going ongoing thing. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലൊട്ടാകെ ടിക്ടോക്ക് ബാൻ ചെയ്തതോടുകൂടി ടിക്ടോക്ക് യൂസേഴ്സ് എല്ലാം പെട്ടിരിക്കുകയാണ്. അപ്പം ഇൻസ്റ്റാഗ്രാം ഇപ്പം അതിന് പകരക്കാരനായിട്ടാണോ എന്നറിയില്ല, പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫീച്ചർ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ പുതിയൊരു ഫീച്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആകത്തുള്ളൂ. അപ്പോൾ ഈ പുതിയൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടിക്ടോക്കിൻ്റെ അതേ ഇൻ്റർഫേസ് തന്നെയാണ് ആ ഒരു ഫീച്ചറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ആ റീൽസിൻ്റെ ആപ്ലിക്കേഷൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഫുള്ള് ട്യൂട്ടോറിയൽ വീഡിയോ ആണിത്. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് അത് കാണിച്ചു തരാം. അപ്പം അച്ഛന്മാരെ ആദ്യം തന്നെ പ്ലേ സ്റ്റോർ എടുക്കുക. എന്നിട്ട് പ്ലേ സ്റ്റോറിൽ ഞാൻ നേരത്തെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചാണ്, അപ്പോൾ അത് ഓപ്പൺ ആക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഫീച്ചർ മാറിയിട്ട് കാണത്തില്ല. അപ്പം നേരെ സെർച്ച് ബട്ടൺ എടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം റീൽസ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ അത് അടിയിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒത്തിരി വീഡിയോസ് നമുക്ക് കാണാം. ഇപ്പം തന്നെ അവർ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, താഴേക്ക് പോകുന്നതിന് വീഡിയോ ആണ്. നമ്മൾ ടിക്ടോക്കിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ പുതിയ ഫീച്ചറിലും ഉള്ളത്. അതായത് ആ പഴയ ഇൻ്റർഫേസ് തന്നെയാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ലൈക്ക് അടിക്കാം, അതേപോലെ തന്നെ കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കാം. അതോടൊപ്പം നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ നമുക്ക് അതേപോലെ ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് വീഡിയോ ഹൈഡ് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യാനും കോപ്പി ലിങ്ക് ചെയ്യാനും സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ ലൈക്ക് ചെയ്തു അവരെ വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. പിന്നെ നമുക്ക് കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും, ആരൊക്കെ കമൻറ്റ് ചെയ്തെന്നുള്ളത് കാണാനും സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ പുതിയൊരു ഫീച്ചറിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ ഹോമിൽ പോവുക, എന്നിട്ട് നിങ്ങളെ ക്യാമറ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ക്യാമറയിൽ നിങ്ങൾക്ക് ലൈവ് സ്റ്റോറി എന്ന് കാണാം. അപ്പോൾ അതിൻ്റെ അകത്ത് പുതിയൊരു ഓപ്ഷൻ കൂടി വരും, റീൽസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ റീൽസിൽ നമുക്ക് ഓഡിയോ വേണമെങ്കിൽ ഇടാൻ പറ്റും. നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒത്തിരി സോങ്സ് ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് സോങ്സ് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ബ്രൗസിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ പോപ്പ് സോങ്, അതേപോലെ തന്നെ നമുക്ക് ഓരോ ഫീച്ചേർഡ് ആയിട്ടുള്ള സോങ് നമുക്കതിൽ കിട്ടും. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് മ്യൂസിക് വേറെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു സോങ് എടുത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതുണ്ട്, അപ്പോൾ സോങ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ടോ, ചൂസ് ദ പാർട്ട് യു വാണ്ട് ഫോർ യുവർ വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ടിൻ്റെ വേണ്ട ഭാഗം നമുക്ക് കറക്റ്റായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ആ പാട്ടിൻ്റെ ലൈൻസ് ഇത് കണ്ടോ, നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഇഷ്ടം പോലെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാട്ട് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഡൺ അടിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്ക് അടിക്കുമ്പം നിങ്ങൾക്ക് ആ ഓഡിയോൻ്റെ സ്ഥാനത്ത് ഇത് കാണാൻ പറ്റും, അതിൻ്റെ ആ ഇമേജ്. പിന്നെ നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ എഫക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈമർ സെറ്റ് ചെയ്യാം അതിൻ്റെ അകത്ത്. അപ്പം ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ 15 സെക്കൻഡ് വീഡിയോ ആണ്. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കുക, കൂട്ടാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഞാനിവിടെ ഒരു ടൈമർ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ സെറ്റ് ടൈമർ അടിക്കുക. അപ്പം നിങ്ങൾക്ക് ടൈമർ ഇപ്പം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ക്ലിയർ ടൈമർ എന്ന് പറഞ്ഞിട്ട് അടിയിലൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് എടുത്ത് നോക്കാം. അപ്പം വീഡിയോ എടുക്കുമ്പോൾ റെക്കോർഡിങ് അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടാകുന്നുള്ളത്. അപ്പം വീഡിയോ റെക്കോർഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ വരും നമുക്ക്. അപ്പം ഈ സൈഡ് ബട്ടണിൽ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ പിന്നെയും വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഓരോ ഫീച്ചേഴ്സ് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ചുമ്മാ പാണ്ടാന്ന് അടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ടെക്സ്റ്റിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്, അത് മാറ്റാനുള്ള. അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എഡിറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഒരു എഡിറ്റിംഗ് ഓപ്ഷനും ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഫോണ്ട് സൈസ് നമുക്ക് മാറ്റാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക്
ഇത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എഡിറ്റ് ചെയ്തത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സൈഡിൽ, ആ ഏറ്റവും ബോട്ടം സൈഡിൽ കാണുന്ന ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്കിവിടെ ഷെയർ എന്ന് പറഞ്ഞൊരു പേജിലാണ് എത്തുക. അപ്പം നമുക്കവിടെ നമ്മുടെ വീഡിയോൻ്റെ പേര് ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ടാഗ് ആഡ് ചെയ്ത് നമുക്ക് ഇടാം. ടാഗ് ചെയ്ത് ഇട്ട് കഴിയുമ്പോൾ നമ്മളെ വീഡിയോസ് കുറച്ചുകൂടി റീച്ചായി കിട്ടും. അപ്പോൾ ഇതിനടിയിൽ ഓൾസോ ഷെയർ ടു ഫീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഫീഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഷെയർ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ സ്റ്റോറി ആക്കി ഇടാൻ പറ്റും, അല്ലെങ്കിൽ ആൾക്കാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഓപ്ഷനുള്ള കവർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കവർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ആഡ് ഫ്രം ഗാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ എടുക്കാം. ആ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ അവിടെ വരും. അത് ഈ കവർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളെ യൂട്യൂബ് ചാനലിലൊക്കെ തമ്പനയിൽ ഉള്ള പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് ഫീഡിൽ നമുക്ക് ഇടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ടു റീൽസിന് എക്സ്പ്ലോർ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ റീലിൽ വീഡിയോസ് അപ്ലോഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്ന നമ്മൾ ആ കവറായിട്ടിട്ട ഫോട്ടോയാണ്. അത് വീഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മുടെ വീഡിയോ സാധാ പോലെ പ്ലേ ആകുന്നതാണ്. അപ്പം ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഏകദേശം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അപ്പം കുറച്ചെങ്കിലും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ ടിക്ടോക്ക് പോയി എന്ന് വിചാരിച്ചാലും വിഷമിച്ചിരിക്കുകയൊന്നും വേണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ പുതിയൊരു ഫീച്ചർ വെച്ചിട്ട് തന്നെ നമുക്ക് ഫേമസ് ആകാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം കഴിവുള്ളവനെ അവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിക്കഴിഞ്ഞാലും പിടിച്ചു കയറാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പരമാവധി നല്ല നല്ല കണ്ടന്റ്സും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഈ പുതിയൊരു ഫീച്ചർ പല ആൾക്കാരും അറിഞ്ഞു കാണത്തില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം ഇൻസ്റ്റാഗ്രാം ഈ പുതിയ ഫീച്ചർ കൊണ്ടുവന്നത് നല്ലതാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.